ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ രേവതിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു വലിയ ഓർഡർ കിട്ടിയിരിക്കുകയാണ്. 8 ലക്ഷത്തിൻ്റെ ഡെക്കറേഷൻ വർക്കാണ്, ഒരു കല്യാണത്തിന് ഡെക്കറേറ്റ് ചെയ്യാനുള്ള വർക്കാണ് രേവതിക്ക് കിട്ടിയേക്കുന്നത്. ഭയങ്കര സന്തോഷത്തിലാണ് രേവതി. അപ്പോൾ 8 ലക്ഷത്തിൻ്റെ വർക്ക് എന്ന് പറയുമ്പോഴേക്കും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ഇറക്കേണ്ടിയും വരുമല്ലോ. രേവതിക്ക് അത് ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷൻ ആവുകയാണേ. അപ്പോൾ രേവതി ആ പൈസ ഒപ്പിക്കാൻ പെടുന്ന പാടും പൈസ കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയും കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. രേവതിക്ക് ഈ ഓർഡർ കിട്ടിയപ്പോൾ തന്നെ നമ്മുടെ ഹേമയുടെ ഭാവവും ഒക്കെ മാറുവാണ്. കാരണം ഹേമക്ക് അറിയാലോ, എല്ലാ ഓർഡറും ഹേമക്ക് തന്നെ വേണം എന്നുള്ള ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ. രേവതിയെ വെല്ലുവിളിക്കുന്നൊക്കെയുണ്ട്, നിനക്ക് ഈ ഓർഡർ ചെയ്ത് തീർക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതുമാത്രമല്ല, ഹേമ പുതിയതായിട്ട് കൂട്ടുപിടിച്ചിരിക്കുന്നത് നമ്മുടെ ചന്ദ്രമതിയെയാണ്. ചന്ദ്രമതിക്കും രേവതി ബിസിനസ് ചെയ്ത് ഉയർന്ന നിലനിൽത്തുന്നത് ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ചന്ദ്രയും ഹേമയും കൂടി രണ്ടുപേരും ഒറ്റക്കെട്ടായിട്ട് രേവതിയെ തകർക്കാൻ നോക്കുവാണേ. അപ്പോൾ രേവതിക്ക് 8 ലക്ഷത്തിൻ്റെ ഓർഡർ കിട്ടിയപ്പോഴേക്കും നമ്മുടെ പൂ എടുക്കുന്ന ആൾക്ക് ഒരു 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രേവതി അപ്പോൾ ഭയങ്കര ടെൻഷൻ ആവുകയാണ്. സച്ചിനോട് താൻ ഈ വിവരം ഷെയർ ചെയ്യുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, സച്ചിൻ്റെ കയ്യിലും കാശൊന്നുമില്ല, ഡ്യൂ ഒക്കെ കുറേ അടക്കാനുണ്ടല്ലോ സച്ചിക്കും. അപ്പോൾ സച്ചിയും ആ ഒരു ഇതിൽ നിൽക്കുവാണ്. അപ്പോൾ നിൻ്റെ കയ്യിൽ എത്രയുണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ടായിരുന്നു, കൂട്ടിവെച്ച എമൗണ്ടൊക്കെ നോക്കുമ്പോഴേക്കും കയ്യിലൊരു 2 ലക്ഷം ഉണ്ടാവുള്ളൂ, ബാക്കി 3 ലക്ഷം കൂടി വേണം എന്ന് പറയുമ്പോഴേക്കും സച്ചി രവീന്ദ്രനോട് അച്ഛാ പൈസക്ക് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, വീടിൻ്റെ ആധാരം നമുക്ക് പണയം വെക്കടാന്ന് പറയുവാണ്. അത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രക്ക് പിടിക്കുന്നില്ലേ. പിന്നെ എൻ്റെ അവതാര്യത്തിൽ അങ്ങനെ നീ ഇപ്പോൾ ലോണൊന്നും എടുക്കാൻ നിൽക്കണ്ട, നിനക്ക് പറ്റിയ പണി ചെയ്താൽ മതി, വില 50,000-ൻ്റെയോ 20,000-ൻ്റെയോ ഒക്കെ ഓർഡർ എടുക്കും, അല്ലാതെ 8 ലക്ഷത്തിൻ്റെയൊക്കെ ഓർഡർ എടുത്താൽ ഇതുപോലെ ഇരിക്കും, കയ്യിൽ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഭയങ്കരമായിട്ട് അപമാനിക്കുന്നുണ്ട്. അപ്പോൾ രേവതി ഇത് കേൾക്കുമ്പോഴേക്കും പറയുന്നുണ്ട്, അമ്മേ എനിക്ക് അമ്മയുടെ ഒരു ചില്ലി കാശ് പോലും വേണ്ട, ഈ ഓർഡർ ഞാൻ തന്നെ ചെയ്ത് തീർക്കും, അമ്മ കണ്ടോ എന്നൊക്കെ ചന്ദ്രയെ വെല്ലുവിളിക്കുന്നുണ്ട് രേവതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രേവതി തൻ്റെ മനസ്സിലുള്ള ടെൻഷനും സങ്കടങ്ങളൊക്കെ സച്ചിനായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നമുക്ക് അച്ചമ്മയോട് ചോദിക്കാം രേവതി എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഹേയ് അച്ചമ്മയോടൊന്നും ചോദിക്കണ്ട, അച്ചമ്മയാണ് പൈസ തരുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് അത് മതി, ഞാൻ ഏതായാലും അമ്മയെ വെല്ലുവിളിച്ചിരിക്കുക, ഞാൻ തന്നെ ആയിട്ട് ഈ ഓർഡർ ചെയ്ത് തീർക്കും എന്ന്. അപ്പോൾ അച്ചമ്മയുടെ അടുത്ത് പൈസ ചോദിക്കുന്നത് ശരിയല്ല സച്ചിയേട്ടാന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം എന്നൊക്കെ രേവതി പറയുവാണ്. പിന്നെ രേവതി പൈസക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുവാണ്. ഇത് കണ്ട് നമ്മുടെ ചന്ദ്ര സന്തോഷിക്കുവാണ്. ചന്ദ്ര ആ സന്തോഷ വാർത്ത ഹേമയെ വിളിച്ച് പറയുന്നുണ്ട്, ഹേമേ ഒരു സന്തോഷ വാർത്തയുണ്ട്, ആ ഓർഡർ മിക്കവാറും ഹേമക്ക് തന്നെ കിട്ടും, രേവതിക്ക് അത് ചെയ്ത് തീർക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ഹേമ പറയുന്നുണ്ട്, അതെന്താ ചന്ദ്ര അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര നടന്ന കാര്യമൊക്കെ പറയുവാണേ. പൂ എടുക്കുന്നവർക്ക് 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണമെന്ന്. അത്ര ലക്ഷം രൂപയ്ക്ക് ഇവളുടെ കയ്യിലുണ്ടോ? ഇവൾ ആ പൈസക്ക് വേണ്ടി ഓടി നടക്കുക. എൻ്റെ അടുത്ത് വീടിൻ്റെ ആധാരം വെക്കാനൊക്കെ ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. ഇനി അവൾക്ക് വേറൊരു വഴിയില്ല ഹേമേ, അവൾ എന്തായാലും ഈ ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഹേമക്ക് ഭയങ്കര സന്തോഷമാവാണേ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഇനി അവൾ വേറെ വഴിക്ക് വല്ലതും പണം ഒപ്പിക്കുമെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, വേറെ ഏത് വഴിക്ക്? വേറെ ഒരു വഴിയുള്ളത് എൻ്റെ അമ്മയുടെ സ്ഥലം വിൽക്കല. അവൾ അച്ചമ്മയോട് ചോദിച്ചാൽ ചിലപ്പോൾ നടക്കും, പക്ഷെ അപ്പോഴും അമ്മയുടെ കയ്യിൽ അത്ര ലക്ഷം രൂപയൊന്നും ഉണ്ടാവില്ല, പിന്നെ സ്ഥലം വിൽക്കേണ്ടി വരും. സ്ഥലം വിൽക്കൽ 2 ദിവസം കൊണ്ടൊന്നും നടക്കില്ലല്ലോ, 2 ദിവസത്തിനുള്ളിൽ അവൾക്ക് 5 ലക്ഷം രൂപ വേണം എന്നാ പറഞ്ഞു കേട്ടതെന്നൊക്കെ പറയുമ്പോൾ ഹേമക്ക് ഭയങ്കര സന്തോഷമാവാണ്. ഹേമ ചോദിക്കുന്നുണ്ട്, ഇനി നിങ്ങളെങ്ങാനും മനസ്സ് മാറി ആധാരം കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ആധാരം കൊടുക്കാനോ? ഞാനോ? അവക്കോ? ഒരിക്കലും കൊടുക്കില്ല. അവൾ എനിക്ക് ഇപ്പം തന്നെ വലിയ ബിസിനസ്സുകാരിയെ പോലെ അവളുടെ ഭാവം, അവൾ അങ്ങനെ ഉയർന്നു വരുന്നത് എനിക്കിഷ്ടമല്ല, അവൾ ഒരിക്കലും വലിയ വലിയ ഓർഡറുകൾ എടുക്കരുത്. ഹേമയ്ക്ക് ഇപ്പോൾ സന്തോഷമായില്ല എന്ന് പറയുമ്പോൾ ഹേമ പറയുന്നുണ്ട്, നിങ്ങളെനിക്ക് വളരെ നല്ലൊരു ഉപകാരമാണ് ചെയ്തു തന്നത്, അവളെ ഉയരാൻ ഞാൻ സമ്മതിക്കില്ല. അവൾ ഈ ഓർഡർ ചെയ്തു തീർക്കാതിരുന്ന ഇനി മേല ഒരു ഓർഡറും അവൾക്ക് കിട്ടാൻ പോകുന്നില്ല. വരുന്ന ഓർഡറൊക്കെ എനിക്ക് തന്നെ കിട്ടുകയും ചെയ്യും. അവൾ ഈ മേഖലയിൽ ഉയർന്നു വരത്തില്ല. അവൾ അമ്മയുടെ കൂടെ അമ്പലത്തിന് മുമ്പിൽ പൂ വിൽക്കാനിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നൊക്കെ ഹേമ പറയുമ്പോഴേക്കും ചന്ദ്രക്കും സന്തോഷമാവുകയാണെ. അവളുടെ അഹങ്കാരം ഏതായാലും ഈ ഓർഡറോട് കൂടി തീരുമെന്ന് ചന്ദ്രയും പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രേവതിയുടെ പരിചയത്തിലുള്ള ഇച്ചിരി ഹൈ പാർട്ടീസിനോടൊക്കെ പൈസ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവരാരും ഇത്രയും ലക്ഷം രൂപയൊന്നും കൊടുത്ത് രേവതിയെ സഹായിക്കുന്നില്ല. ഓരോ കാരണങ്ങളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാണ്. രേവതി ആ സങ്കടം സച്ചിയോടും പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, രേവതി നീ ഇങ്ങനെ വിഷമിക്കല്ലേ, 2 ദിവസം സമയമുണ്ടല്ലോ, നമുക്ക് ആലോചിക്കാം, നമുക്ക് പൈസ സംഘടിപ്പിക്കാം, നീ വിഷമിക്കല്ലേ എന്നൊക്കെ പറയുവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും രേവതി പിന്നെ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നേരെ വീട്ടിലോട്ട് പോയിട്ട് അമ്മേനോട് ഈ വിവരം പറയുന്നുണ്ട്. അമ്മേ എനിക്ക് വലിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, 8 ലക്ഷത്തിൻ്റെ ഓർഡറാന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമാവാണ്.
പക്ഷേ രേവതി 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണം എന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മിക്ക് അതൊരു ഷോക്കും ആവുന്നുണ്ട്. ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അത്രയും പൈസയ്ക്ക് നിങ്ങളുടെ കയ്യിലുണ്ടോ, സച്ചിയുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഇല്ല അമ്മേ, ഞാൻ അറിയാവുന്ന 2-3 പേരോടൊക്കെ ചോദിച്ചു, അവരുടെ കയ്യിലും ഇത്രയും രൂപയൊന്നും എടുക്കാനില്ലെന്ന് പറയുവാണ്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, അല്ലെങ്കിലും ഇത്രയും ലക്ഷം രൂപയൊക്കെ തന്ന് ആര് സഹായിക്കാനാ, എന്ത് ചെയ്യും നീ എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അറിയില്ല അമ്മേ, 2 ദിവസത്തിനുള്ളിൽ പൈസ കൊടുക്കുകയും വേണം എന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മി പറയുവാണ്, ഞാൻ എനിക്ക് പരിചയത്തിലുള്ളവരോടൊക്കെ ചോദിച്ചു നോക്കാം, കിട്ടുമോയെന്നറിയില്ല, ഇത്രയും കൂടിയ എമൗണ്ട് ആയതുകൊണ്ട് തന്നെ. നീ വിഷമിക്കേണ്ട മോളെ, നമുക്ക് ദൈവം കൂടെയുണ്ട്, എന്തായാലും നമുക്ക് ആ പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞ് രേവതിയെ ഇച്ചിരി കോൺഫിഡൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ലക്ഷ്മി. അപ്പോൾ ഈ ടൈമിലാണ് ദേവു കയറി വരുന്നത്. രേവതിയുടെ മുഖത്തെ സങ്കടം കാണുമ്പോൾ തന്നെ ദേവു ചോദിക്കുന്നുണ്ട്, എന്തോ ഒറ്റ ചേച്ചി, എന്താ മുഖമൊക്കെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ദേവുവിനോടും ഈ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് രേവതി. 5 ലക്ഷം രൂപയുടെ അഡ്വാൻസ് കൊടുക്കാനുള്ളത്, 2 ലക്ഷം എൻ്റെ കയ്യിലുണ്ട്, 3 ലക്ഷം രൂപ കൂടി വേണം എന്ന് പറഞ്ഞ് രേവതി വിഷമിക്കുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, ചേച്ചി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എനിക്കറിയില്ല ദേവു, ആ ഹേമയാണെങ്കിൽ എന്നെ വെല്ലുവിളിച്ചിരിക്കുക, എനിക്ക് ഈ ഓർഡർ ചെയ്ത് തീർക്കാൻ പറ്റില്ല, ഇത്രയും വലിയ ഓർഡർ ഒന്നും നീ ചെയ്യില്ല, നീ ചെറിയ ഓർഡർ എടുക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞ് അവരെന്നെ അപമാനിച്ചു എന്ന് പറയുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, ഓഹോ, ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായോ, എന്നാൽ പിന്നെ എൻ്റെ ചേച്ചി ആരുടെ മുമ്പിലും തോറ്റു കൊടുക്കരുത്, ഈ ഓർഡർ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയും, എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാനാ ദേവു, ഈ ഓർഡർ പോണെങ്കിൽ പോട്ടെ, ഞാൻ അവർ പറഞ്ഞതുപോലെ ചെറിയ ഓർഡർ തന്നെ എടുത്തോളാം എന്ന് പറയുമ്പോൾ ദേവു പറയുന്നുണ്ട്, ചേച്ചി ഇങ്ങനെ വിഷമിക്കാതെ, എൻ്റെ കയ്യിൽ ഞാൻ കല്യാണത്തിന് വേണ്ടി നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് എമൗണ്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, 1 ലക്ഷം രൂപയൊക്കെ കാണും, അത് ഞാൻ ചേച്ചിക്ക് തരാമെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അയ്യോ അതൊന്നും വേണ്ട മോളെ, നീ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും പക്വതയായിട്ടൊക്കെ പെരുമാറുന്നുണ്ടല്ലോ, നിന്റെ കല്യാണം നിന്റെ ചിലവൊക്കെ നീ തന്നെ നോക്കാൻ വേണ്ടി മാറ്റി വെച്ച കാശല്ലേ, അത് അവിടെ തന്നെ ഇരിക്കട്ടെ, എനിക്ക് തരണ്ടെന്ന് പറയുമ്പോൾ ദേവു പറയുന്നുണ്ട്, എൻ്റെ ചേച്ചി അതെടുത്തോ, ഓർഡറൊക്കെ ചെയ്ത് കല്യാണം കഴിയുമ്പോഴേക്കും നമുക്ക് പൈസ കിട്ടുമല്ലോ, അപ്പോൾ തിരിച്ചു തന്നാൽ മതി എന്ന് പറയുമ്പോൾ രേവതി പറയും, അതൊന്നും ശരിയാവില്ല മോളെ, ആ പൈസ വേണ്ട, ഓർഡർ പോണെങ്കിൽ പോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ദേവു പറയും, എൻ്റെ ചേച്ചി അങ്ങനെ ആരുടെ മുമ്പിലും തോറ്റു കൊടുക്കാൻ പാടില്ല, ഞാനത് ഇപ്പം തന്നെ എടുത്തുകൊണ്ട് തരാം, എൻ്റെ ചേച്ചിയല്ലേ, ഞാൻ ചേച്ചിയുടെ അനിയത്തിയല്ലേ, അത് മേടിക്കണം എന്നൊക്കെ ദേവു പറയുമ്പോഴേക്കും രേവതിക്ക് ഭയങ്കര സന്തോഷമാവാണേ. സന്തോഷം കൊണ്ട് കണ്ണൊക്കെ നിറയുന്നുണ്ട്, ദേവുവിനോട് ഒരുപാട് സ്നേഹവും തോന്നുവാണ്, കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി ഇപ്പോൾ ചേച്ചിയുടെ കയ്യിലുള്ള 2 ലക്ഷവും എൻ്റെ കയ്യിലുള്ള 1 ലക്ഷം കൂടി ചേർക്കുമ്പോൾ 3 ലക്ഷമായി, ഇനി 2 ലക്ഷം കൂടി വേണമല്ലേ, അത് ഞാൻ റെഡിയാക്കി തരാം, ചേച്ചി വിഷമിക്കണ്ട എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, നീ എങ്ങനെ റെഡിയാക്കാനാ ദേവു എന്ന് ചോദിക്കുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, ചേച്ചിക്ക് പൈസ കിട്ടിയിരിക്കും, ഞാൻ എൻ്റെ വഴി കൂടി ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് രേവതിയെ സമാധാനിപ്പിച്ച് വിടുന്നുണ്ട്. രേവതി പോയി കഴിയുമ്പോഴേക്കും ദേവു നേരെ നമ്മുടെ അരുണിനെ വിളിക്കുവാണ്. എന്നിട്ട് അരുണും ദേവും കൂടി പുറത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അരുൺ ചോദിക്കുന്നുണ്ട്, എന്താ ദേവു നീ എന്നെ പെട്ടെന്ന് കാണണം എന്ന് ചോദിക്കുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, അത് പിന്നെ അരുണേട്ടാ, എൻ്റെ ചേച്ചിക്ക് ഒരു പൂ ഓർഡർ ഡെക്കറേഷൻ വർക്കാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ, അപ്പോൾ ഒരു വലിയ ഓർഡർ കിട്ടിയിരിക്കുക, അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഒരു 5 ലക്ഷം രൂപ ചേച്ചിക്ക് വേണമായിരുന്നു, ചേച്ചിയുടെ കയ്യിൽ ഒരു 2 ലക്ഷം ഉണ്ട്, എൻ്റെ കയ്യിൽ ഒരു 1 ലക്ഷം ഉണ്ട്, അപ്പോൾ 3 ആയിട്ടുള്ളൂ, ഇനിയും 2 ലക്ഷം രൂപ കൂടി വേണം, അരുണേട്ടനെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടാവും ഈ പലിശക്ക് പൈസ കൊടുക്കുന്നവരാരെങ്കിലും എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, ഞാനൊരു പോലീസുകാരനല്ലേ, എനിക്കങ്ങനെ പലിശക്ക് പൈസ കൊടുക്കുന്നവരുടെ അടുത്തൊന്നും പോകാൻ ഇഷ്ടമില്ല, ഞാൻ അങ്ങനെ ആരുടെ കയ്യിൽ നിന്നും പൈസ മേടിക്കത്തുമില്ല ദേവു, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരാളെയും പരിചയമില്ല എന്ന് പറയുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, ഓ ചേച്ചിക്ക് പൈസ അത്യാവശ്യമായോണ്ടാ, ചേച്ചിക്ക് ആദ്യമായിട്ട് ഇത്രയും വലിയൊരു എമൗണ്ടിൻ്റെ ഓർഡർ കിട്ടുന്നത്, അത് ചെയ്ത് തീർക്കണം എന്ന ഒരു വാശി ചേച്ചിക്കുണ്ട്, അതുമാത്രമല്ല ചേച്ചിയെ താഴ്ത്തിക്കെട്ടാൻ ഈ ഫീൽഡിലുള്ള ഒരുപാട് പേര് ശ്രമിക്കുന്നുമുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഓർഡർ കംപ്ലീറ്റ് ചെയ്യാനാണ് ഞാനും ചേച്ചിനോട് പറഞ്ഞിരിക്കുന്നത്, സാരമില്ല അരുണേട്ടന് അറിയില്ലെങ്കിൽ വേണ്ട, ഞാൻ എൻ്റെ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, ദേവു നീ എങ്ങനെ ശ്രമിക്കും എന്ന് ചോദിക്കുമ്പോഴേക്കും പലിശക്കാരുടെയെങ്കിലും കയ്യിൽ നിന്ന് കിട്ടുമോ നോക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, അങ്ങനെ ഇപ്പോൾ എൻ്റെ ഭാര്യ ഒരാളുടെയും മുമ്പിലും കൈനീട്ടി നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല, ഞാൻ ചേർത്ത് വെച്ച പൈസകൾ എൻ്റെ കയ്യിലുണ്ട്, നിനക്ക് 2 ലക്ഷം രൂപയല്ലേ ഇനി വേണ്ടത്, അത് ഞാൻ തരാമെന്ന് പറയുമ്പോൾ ദേവു പറയുന്നുണ്ട്, അയ്യോ അതൊന്നും വേണ്ട, അരുണേട്ടൻ്റെ കയ്യിൽ നിന്ന് കാശൊന്നും എടുക്കണ്ടെന്ന് പറയുമ്പോൾ അരുൺ പറയുന്നുണ്ട്, നീ പേടിക്കേണ്ട ദേവു, ഞാൻ പലിശയൊന്നും ചോദിക്കില്ല, നീ അത് മേടിക്കുക, ഞാൻ എടുത്തു തരാമെന്ന് പറയുമ്പോൾ ദേവു വീണ്ടും, വേണ്ട അരുണേട്ടൻ ഇങ്ങനെ സഹായിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചോദിക്കില്ലായിരുന്നു എന്നൊക്കെ പറയുവാണ്. അപ്പോൾ അരുൺ പറയും, ദേവു നിന്റെ ചേച്ചി എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയും കൂടിയല്ലേ, കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലീസ് തമ്മിൽ ജോയിൻ ആവും, എൻ്റെ ചേച്ചിക്ക് ഞാൻ ചെയ്യുന്നൊരു സഹായം പോലെ തന്നെയാണ് ഇത്, ആ പൈസ നിങ്ങൾ എന്തായാലും ഓർഡർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തിരിച്ചു തരുമല്ലോ, പിന്നെ എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നേ, പൈസ ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞ് ദേവുവിനെ കൺവിൻസ് ചെയ്യിപ്പിക്കുവാണ്. ദേവുവിനെ കുറച്ച് മടിയൊക്കെ ഉണ്ടെങ്കിലും അവസാനം സമ്മതിക്കുവാണേ. അപ്പോൾ അരുൺ പറയുന്നുണ്ട്, നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ ബാങ്കിൽ പോയി പൈസ എടുത്തിട്ട് ഓടി വരാം എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ് അരുൺ. ദേവുവിനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്, കാരണം തന്നെയും തൻ്റെ കുടുംബത്തെയും സഹായിക്കാൻ
സഹായിക്കാൻ അരുണിനെ പോലെ ഒരാളെ കിട്ടിയല്ലോ എന്നൊക്കെ ഓർത്ത് ദേവുവിന് സന്തോഷം കൊണ്ട് കണ്ണൊക്കെ നിറയുന്നുണ്ട്. എന്നിട്ട് അരുൺ പൈസ ദേവുവിനെ ഏൽപ്പിക്കുമ്പോഴേക്കും ദേവു അപ്പോൾ തന്നെ രേവതിയെ വിളിക്കുവാണ്. ചേച്ചി, എനിക്ക് ചേച്ചിയെ പെട്ടെന്ന് കാണണം എന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയും, എന്താ മോളെ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും എളുപ്പം വാ എന്ന് പറഞ്ഞ് ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ടേ. അവിടെ എത്തുമ്പോഴേക്കും രേവതി വരുവാണ് ദേവു പറഞ്ഞ സ്ഥലത്തോട്ട്. എന്താ നീ എന്നെ എളുപ്പം കാണണം എന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, ചേച്ചിക്ക് ആ പൈസ കിട്ടിയോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എവിടെ നിന്ന് കിട്ടാനാണ് മോളെ, എനിക്ക് ഈ ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നിന്റെ കയ്യിൽ നിന്ന് മേടിച്ച് 1 ലക്ഷം ഞാൻ തിരികെ തരാമെന്ന് പറയുമ്പോഴേക്കും ദേവു ബാഗിൽ നിന്ന് 2 ലക്ഷം രൂപ എടുത്ത് രേവതിക്ക് നേരെ നീട്ടുവാണ്. അപ്പോൾ രേവതി പറയും, ഇതെന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും ചേച്ചി ഇത് ബാലൻസ് കാശാ, ചേച്ചി ഇത് കൊണ്ടുപോയി ചേച്ചിയുടെ ഓർഡറൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയുവാണ്. അപ്പോൾ രേവതി ചോദിക്കും, അല്ല ഇത് നിനക്കിപ്പോൾ എവിടെ നിന്ന് കിട്ടി, നിൻ്റെ കയ്യിലൊന്നും ഇല്ലായിരുന്നല്ലോ, ഉള്ള കാശൊക്കെ എനിക്ക് തന്നതല്ലേ, പിന്നെ ഈ 2 ലക്ഷം എവിടെ നിന്നാന്ന് ചോദിക്കുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് ചോദിച്ചു എന്ന് പറയുവാണ്. ഏത് ഫ്രണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, എനിക്ക് വേണ്ടപ്പെട്ട ഫ്രണ്ടാ ചേച്ചി, അതൊക്കെ ഞാൻ പിന്നെ പറയാം, ഇപ്പം ഈ പൈസ ചേച്ചി മേടിക്കണം, എന്നിട്ട് ആ ഓർഡർ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, അയ്യോ അതൊന്നും വേണ്ട മോളെ, നീ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല, നീ എന്തിനിങ്ങനെ കടമൊക്കെ മേടിച്ചെന്ന് പറയുമ്പോഴേക്കും ദേവു പറയും, ചേച്ചി എൻ്റെ ചേച്ചിക്ക് വേണ്ടിയല്ലേ ഞങ്ങളെ എന്തോരം ബുദ്ധിമുട്ടിയാ ചേച്ചി പഠിപ്പിച്ചത്, ചേച്ചിയുടെ പഠിത്തം പോലും നിർത്തി ഞങ്ങൾക്ക് വേണ്ടി ചേച്ചിയുടെ ഭാവി മാറ്റിവെച്ചു, അങ്ങനെയുള്ള ആ ചേച്ചിക്ക് വേണ്ടി എനിക്ക് ഈ ഒരു സഹായമെങ്കിലും ചെയ്തു തരണ്ടേ, ചേച്ചി ഇത് മേടിക്കണം എന്ന് പറയുമ്പോഴേക്കും രേവതിയുടെ കണ്ണൊക്കെ നിറയുവാണേ. മോളെ എന്നാലും എന്ന് പറയുമ്പോഴേക്കും ചേച്ചിക്ക് ഈ പൈസ തിരിച്ച് കിട്ടുമല്ലോ ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും, അപ്പം എന്നെ തിരിച്ചേൽപ്പിച്ചാൽ മതി, ഇത് മേടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയെ ഏൽപ്പിക്കുവാണ്. അപ്പോൾ രേവതി കണ്ണ് നിറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എനിക്ക് ഒരു എന്ത് ആപത്തുഘട്ടം വന്നാലും കൂടെ നിൽക്കാൻ നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഉള്ളപ്പോൾ അതൊക്കെ ഞാൻ തരണം ചെയ്യും, ഈ ഓർഡർ ഞാൻ കംപ്ലീറ്റ് ചെയ്യും എന്ന് പറയുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, ചേച്ചി ഈ ഓർഡർ ഡെക്കറേഷൻ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഉയർന്ന നിലയിലെത്തണം, എനിക്കത് കാണണം ചേച്ചി എന്ന് പറയുമ്പോഴേക്കും രേവതി സ്നേഹം കൊണ്ട് ദേവുവിനെ കെട്ടിപ്പിടിക്കുവാണ്. എന്നിട്ട് നന്ദിയും പറയുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, എന്തിനാ ചേച്ചി എന്നോട് നന്ദിയൊക്കെ പറയുന്നത്, ഞാൻ ചേച്ചിയുടെ അനിയത്തിയല്ലേ, എനിക്ക് താങ്ക്സ് ഒന്നും വേണ്ട എന്നൊക്കെ പറയുവാണ്. സന്തോഷം കൊണ്ട് രേവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞ് ആ പൈസയും കൊണ്ട് രേവതി പോവുകയാണ്. സമാധാനമായി രേവതിക്ക്, കാരണം പൂവിന് കൊടുക്കാനുള്ള പൈസ കിട്ടിയല്ലോ, ഈ ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ഹേമയുടെ മുമ്പിൽ തോറ്റു കൊടുക്കില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം രേവതിക്ക് വരുവാണ്. കാരണം തൻ്റെ കുടുംബം തനിക്ക് സപ്പോർട്ടായിട്ടുണ്ടല്ലോ. രേവതി സന്തോഷമായിട്ട് ആ പണവും കൊണ്ട് നേരെ ചന്ദ്രോദയത്തിലോട്ട് പോവാണ്. അവിടെ എത്തിയിട്ട് സച്ചിനോട് ഈ വിവരമൊക്കെ പറയുന്നുണ്ട്. സച്ചിയേട്ടാ പൈസ കിട്ടിയെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, നിനക്ക് ഇത്രയും വലിയ തുക എങ്ങനെ ഒപ്പിച്ചു രേവതി എന്ന് പറയുമ്പോഴേക്കും ദേവു സഹായിച്ചു എന്നൊക്കെ പറയുവാണ്. ദേവു അവളുടെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നും മേടിച്ചു, പിന്നെ അവൾ മാറ്റി വെച്ച് 1 ലക്ഷം രൂപയും കൂടി എന്നെ തന്ന് സഹായിച്ചു എന്നൊക്കെ പറയുവാണ്. സച്ചിക്കും ഭയങ്കര സന്തോഷമാവുകയാണേ. നമ്മൾ ഈ ഓർഡർ കംപ്ലീറ്റ് ചെയ്യും രേവതി, കംപ്ലീറ്റ് ചെയ്തിട്ട് അവൾക്ക് നമ്മൾ ഈ പൈസയൊക്കെ തിരിച്ചു കൊടുക്കും, എത്രയും വേഗം തന്നെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആത്മവിശ്വാസത്തോടുകൂടി രണ്ടുപേരും നിൽക്കുവാണേ. എന്നിട്ട് രേവതി പൈസ, തൻ്റെ കയ്യിലുള്ള പൈസയും ഈ പൈസയും എല്ലാം കൂടി എടുത്ത് 5 ലക്ഷം രൂപ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മോൾ ഇതെങ്ങോട്ട് പോവാമെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അച്ഛാ ഞാൻ പറഞ്ഞായിരുന്നില്ലേ എനിക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നെന്ന്, അവർക്ക് അഡ്വാൻസ് കൊടുക്കാനുള്ള തുക റെഡി ആയിട്ടുണ്ട്, അത് ഞാൻ കൊടുക്കാൻ വേണ്ടി പോവാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ഇത് കേൾക്കുന്നുണ്ടേ. ചന്ദ്രക്ക് ഭയങ്കര ഷോക്കാവാണ്. ഈ പൂക്കാരി എങ്ങനെ 5 ലക്ഷം രൂപ ഒപ്പിച്ചു, ഇവളുടെ കയ്യിൽ ഇത്രയും ലക്ഷം രൂപയൊക്കെ ഉണ്ടോയെന്നൊക്കെ ചന്ദ്ര ആശ്ചര്യപ്പെടുവാണേ. രവീന്ദ്രൻ പറയുന്നുണ്ട്, നിന്റെ നല്ല മനസ്സിന് നല്ലത് നടക്കുള്ളൂ മകളെ, നീ പോയി അതൊക്കെ കൊടുത്തിട്ട് വാ, കാശൊക്കെ കൊടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് രേവതി അനുഗ്രഹിച്ചൊക്കെ വിടുന്നുണ്ട്. അപ്പോൾ ചന്ദ്രക്ക് അങ്ങോട്ട് അസൂയ കയറുവാണ്. ഈ വിവരം ഇപ്പം തന്നെ ഹേമയെ വിളിച്ച് പറയണം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് നേരെ ഹേമയെ വിളിക്കുവാണ്. ഇതേ സമയം തന്നെ ഹേമ അവിടെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുവാണ്. കാരണം രേവതിക്ക് ഈ ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ആത്മവിശ്വാസത്തോടെ ഇരിക്കുവാണ് ഹേമ. ഇനിയുള്ള ഒരു ഓർഡറും അവൾക്ക് കിട്ടില്ല, താൻ മാത്രമേ ഈ ഫീൽഡിൽ ഇനി മുന്നിട്ട് നിൽക്കത്തുള്ളൂ എന്നൊക്കെ സന്തോഷിച്ച് സ്വപ്നങ്ങളൊക്കെ കണ്ടിരിക്കുകയാണ് ഹേമ. ഈ സമയമാണ് ചന്ദ്ര വിളിക്കുന്നത് ഹേമയുടെ ഫോണിലോട്ട്. ഹേമ ഫോൺ എടുത്ത് എന്താന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ടേ, അത് പിന്നെ ആ രേവതിക്ക് പൈസ റെഡിയായി എന്ന് പറയുവാണ്. അപ്പോൾ ഹേമക്കത് ഭയങ്കര ഷോക്കാവുകയാണേ. എന്ത് പൈസ റെഡിയായിരുന്നു, നിങ്ങളല്ലേ പറഞ്ഞത് അവൾക്ക് ആ പൈസ ഒന്നും റെഡിയാക്കാൻ പറ്റില്ല, അവളെ സഹായിക്കാൻ ആരുമില്ലെന്ന്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എനിക്കറിയില്ല, അവൾ എങ്ങനെയൊക്കെയോ ആ എമൗണ്ട് ഒപ്പിച്ചിട്ടുണ്ട്, ഇപ്പം ദേ അവർക്ക് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുക എന്ന് പറയുമ്പോഴേക്കും ഹേമ പറയുന്നുണ്ട്, എത്ര നേരം അവൾ ഇറങ്ങിയിട്ടെന്ന് ചോദിക്കുവാണ്. അപ്പോൾ ചന്ദ്ര പറയും, ഇപ്പം ഇറങ്ങിയുള്ളൂ, ഓട്ടോക്കാ പോയിരിക്കുന്നതെന്നൊക്കെ പറയുവാണ്. അപ്പോൾ ഹേമ പറയുന്നുണ്ട്, അവൾ ഏതായാലും അഡ്വാൻസ് ഒന്നും ആർക്കും കൊടുക്കാൻ പോകുന്നില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ അവളുടെ ഈ പോക്ക് തടയണം, അവളുടെ ഈ ഓർഡർ എടുക്കൽ, അവൾക്ക് ഈ ഡെക്കറേഷൻ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റരുത്, ആ ജോലി ഞാൻ ഹേമയെ ഏൽപ്പിക്കുക, പ്ലീസ് എനിക്ക് വേണ്ടി ഇത് ചെയ്തു തരണം എന്ന് പറയുമ്പോൾ ഹേമ
പറയും, നിങ്ങൾക്ക് വേണ്ടിയല്ല എനിക്കും കൂടി ഞാൻ ഈ ജോലി ചെയ്യുവാണ്, അവൾ ഡെക്കറേഷൻ വർക്ക് കംപ്ലീറ്റ് ചെയ്യില്ല, അവൾ അഡ്വാൻസ് ആർക്കും കൊടുക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാണ്. എന്നിട്ട് ഹേമയുടെ ഗുണ്ടകളോട് പറയുന്നുണ്ട്, ആ രേവതി കൊടുക്കാനുള്ള എമൗണ്ടുമായിട്ട് ഓട്ടോയിൽ ഇറങ്ങിയിട്ടുണ്ട്, അവൾ ഓട്ടോയിൽ നിന്നും കാശും കൊണ്ട് ഇറങ്ങുന്ന സമയം തന്നെ നിങ്ങൾ അവളുടെ കയ്യിൽ നിന്ന് ആ പണം മോഷ്ടിച്ച് കടന്നു കളയണം എന്ന് പറയുവാണ്. അപ്പോൾ ഹേമയുടെ ഗുണ്ടകൾ അതൊക്കെ സമ്മതിച്ച് ഹേമയുടെ അടുത്ത് നിന്നും പോവാണ്. ചന്ദ്രോദയത്തിൽ നിന്ന് അവർ ചന്ദ്രോദയത്തിൻ്റെ ആ വഴി പോകുമ്പോഴേക്കും രേവതി ഒരു ഓട്ടോ കയറുന്നേ ഉണ്ടാവുള്ളേ. ഈ ഓട്ടോ ഫോളോ ചെയ്ത് ഇവർ പോകുന്നുണ്ട്. ഒരു പകുതി വഴി എത്തുമ്പോഴേക്കും നമ്മുടെ രേവതിയുടെ ഓട്ടോ ബ്രേക്ക് ഡൗൺ ആവുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ടയർ എന്തോ പഞ്ചറായതാന്ന് തോന്നുന്നു, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഓട്ടോയിൽ നിന്ന് ഇറങ്ങുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ ഇനി ഈ വണ്ടി എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, മോൾക്ക് വേറെ ഓട്ടോ റെഡിയാക്കി തരാമെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല ഏട്ടാ, ഞാൻ നോക്കി എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഓട്ടോക്കാരൻ്റെ പൈസയൊക്കെ സെറ്റിൽ ചെയ്തിട്ട് രേവതി ആ പണം അടങ്ങിയ ബാഗുമായിട്ട് നടന്നു പോവാണ് പൂക്കടയിലോട്ട്. അപ്പോൾ നമ്മുടെ ഈ ഹേമ പറഞ്ഞു വിട്ട ആൾക്കാർ ഈ ഓട്ടോനെ ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നല്ലോ. അപ്പോഴേക്കും രേവതി പണമായിട്ട് നടന്നു പോകുന്നത് കാണുവാണ്. പക്ഷേ ആ റോട്ടിൽ നിറച്ചു ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരൊരു സമയം വരാൻ വേണ്ടി, അതായത് ആരും ഇല്ലാത്തൊരു വഴിയിൽ രേവതിക്ക് വേണ്ടി കാത്തു നിൽക്കുവാണ്. അങ്ങനെ രേവതി കാരണം ഒരു എവിഡൻസും പാടില്ലല്ലോ, അങ്ങനെ ഒരു വഴി എത്തുമ്പോഴേക്കും രേവതി ഇങ്ങനെ നടന്നു പോവായിരിക്കും. കയ്യിൽ ആ പണമായിട്ട് 5 ലക്ഷം രൂപ കയ്യിലും പിടിച്ച് നടന്നു പോകുന്ന രേവതിയുടെ പുറകിൽ ബൈക്കിൽ സ്പീഡിൽ വന്നിട്ട് രേവതിയുടെ കയ്യിൽ നിന്നും ആ പണം അടങ്ങിയ സഞ്ചി ഇവർ തട്ടിപ്പറിച്ചെടുക്കുവാണ്. രേവതി വിടുന്നില്ലേ, അപ്പോഴും മുറുക്കി പിടിക്കുന്നുണ്ട്. ബൈക്കിൻ്റെ ഒപ്പം രേവതിയും പോവാണ്. ഇവർ രേവതി ഒറ്റ തള്ളുന്നുണ്ട്. കൂട്ടത്തിൽ കൈയും തിരിച്ചിട്ടൊക്കെ ആ രേവതിയുടെ കയ്യിൽ നിന്നും ആ സഞ്ചി പിടിച്ച് വലിച്ചെടുക്കുവാണ്. രേവതി സങ്കടം കൊണ്ട് കരയുവാണ്. അയ്യോ, ആരെങ്കിലും ഓടി വരണേ, എൻ്റെ പണം, എൻ്റെ കാശ് കള്ളന്മാർ കട്ടെടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നിലവിളിക്കുന്നുണ്ട്. പക്ഷേ ആ റോട്ടിൽ ആരുമില്ലേ. രേവതി ആ വയ്യാത്ത കൈയും വെച്ച് നെറ്റിയൊക്കെ ഇടിച്ച് പൊട്ടിയൊക്കെ ഇട്ടുണ്ട്. എന്നിട്ടും രേവതി ആ ബൈക്കിൻ്റെ പുറകിൽ ഓടാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഈ ബൈക്കിലുള്ളവർ ആ പണം അടങ്ങിയ സഞ്ചിയായിട്ട് സ്പീഡിൽ പോവാണ്. രേവതി സങ്കടം കൊണ്ട് ഇങ്ങനെ കരഞ്ഞ് നിൽക്കുവാണ്. എന്തു ചെയ്യും, എൻ്റെ പൈസ എന്തോരം കഷ്ടപ്പെട്ട് ഒപ്പിച്ച പൈസയാണ്, ഞാൻ മാത്രമല്ല എൻ്റെ ദേവു, ഞാൻ എന്ത് ചെയ്യും, ആ ഹേമയുടെ മുമ്പിൽ ഞാൻ തോറ്റുപോയല്ലോ, പൈസ കൊടുക്കാനുള്ളവർക്ക് ഞാൻ എന്തെടുത്ത് കൊടുക്കും, ഡെക്കറേഷൻ വർക്ക് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു കൂട്ടം 100 കൂട്ടം ചിന്തകൾ രേവതിയുടെ മനസ്സിൽ വരുവാണ്. റോട്ടിലിരുന്ന് രേവതി പൊട്ടിക്കരയുവാണ് കേട്ടോ. അപ്പോൾ ഹേമ ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് അവിടെ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുവാണ്. പണം അടങ്ങിയ സഞ്ചിയായിട്ട് ഇവരാണെങ്കിൽ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോഴത് വമ്പൻ ട്വിസ്റ്റ് നടക്കുവാണ്. നമ്മുടെ ചെമ്പനീർ പൂവിൽ മുമ്പിൽ നിൽക്കുവാണ് നമ്മുടെ അച്ചമ്മ എങ്ങനെ അവിടെ എത്തിയെന്നൊക്കെ ആർക്കും ഒരു പിടിയില്ല. അച്ചമ്മയെ കാണുന്നതും രേവതിക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. അച്ചമ്മയുടെ കൂടെ ഈച്ചയും ഉണ്ടാവുന്നുണ്ട്. കാരണം സച്ചി നേരത്തെ അറിഞ്ഞിരുന്നു നമ്മുടെ രേവതി പൈസയും കൊണ്ട് പോയത് കൊണ്ട് തന്നെ അത് മുടക്കാൻ ആരെങ്കിലുമൊക്കെ വരുമെന്ന്. അതുകൊണ്ട് തന്നെ സച്ചി ഈച്ചയെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. ഈച്ചയുടെ കൂട്ടത്തിൽ നമ്മുടെ അച്ചമ്മയും നാട്ടിൽ നിന്ന് എത്തിയ അച്ചമ്മയും കൂടുവാണ്. അങ്ങനെ അവിടെ വെച്ച് അച്ചമ്മ നല്ല കരാട്ടക്കാരിയാണല്ലോ, അവിടെ വെച്ച് നല്ല ഫൈറ്റൊക്കെ നടത്തി ഈ ബൈക്കിൽ പോകുന്ന ഗുണ്ടകളുടെ കയ്യിൽ നിന്നും അച്ചമ്മ പണം അടങ്ങിയ ബാഗ് തട്ടിപ്പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് ചെമ്പനീർ പൂവിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അടുത്ത ആഴ്ചയിലെ ചെമ്പനീർ പൂവിൻ്റെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചെമ്പനീർ പൂവിൻ്റെ അടുത്ത വിശേഷങ്ങളുമായിട്ട് എൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. രേവതിയുടെ ഈ ഓർഡർ ഡെക്കറേഷൻ വർക്ക് തടയാൻ വേണ്ടി ഹേമ വീണ്ടും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഞാൻ ഇനി വരുന്ന വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ കാണണം, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.